ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ആമസോണിൽ നിന്ന് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്തപ്പം വന്നതാണിത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടേക്ക് ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോയിരുന്നതുകൊണ്ട് ഈ പ്ലേസിലേക്കാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെ എന്തായാലും രാവിലെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ എനിക്ക് വളരെ സമയം കുറവായതുകൊണ്ട് ഞാനത് അവിടെ വെച്ചു. രാത്രി ആയപ്പോൾ എല്ലാവരും കിടന്നു. അപ്പോൾ ഞാനും ആവണിയും കൂടി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഓപ്പറേഷന് പോകുന്ന പോലെ ഞാൻ കട്ട് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, ഭയങ്കര ടൈറ്റായിരുന്നു, ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു വിധത്തിലിത് എങ്ങനെയല്ലോ മുറിച്ചു. ഇനി കത്രികേൻ്റെ മൂർച്ച ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റ് കൊണ്ടാണോ എന്താണെന്നറിയില്ല. എനിക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയെല്ലാം കൂടി ഒരു വിധത്തിൽ ഞാനിത് പിടിച്ച് വലിച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ്റെ തൊലിയെല്ലാം പറിച്ചെടുത്ത് ചാടുന്ന പോലെ ഞാനിതിൻ്റെ തൊലിയൊക്കെ എടുത്ത് ചാടുന്നുണ്ട്. നേരെ ഒരുവിധം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടുപേർക്ക് ഉറക്കം വരുന്നുണ്ട്. ഇത് അൺബോക്സ് ചെയ്ത് പോകാതെ തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അവിടെയോട് ഇങ്ങനെ പറയായിരുന്നു, ഇത് കയ്യിലൊന്നും അധികം സോപ്പ് ആവില്ല എന്ന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സാധനമാണ്. അപ്പോൾ അതിലൊരു കടലാസെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ നോക്കി വായിച്ചില്ല, എന്തോ ഒക്കെ ഇംഗ്ലീഷിലുണ്ടായിരുന്നു. അതെല്ലാം അവിടെ വെച്ചതിന് ശേഷം ഞാൻ വേഗം ഞാൻ വിചാരിച്ചു ആദ്യം പിങ്ക് കളർ തന്നെയാണെന്ന്. ഞാൻ ബ്ലൂ ആണ് ബുക്ക് ചെയ്തത്, പക്ഷേ പിങ്ക് കളറാണെന്ന് ഞാൻ വിചാരിച്ചേ. അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളിലുള്ള കളർ എന്താ, ബ്ലൂ കളറ് തന്നെ, ഞാൻ ബുക്ക് ചെയ്ത കളറ് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. കയ്യിൽ അധികം സോപ്പൊന്നും ആവാതെ കുറച്ച് ഇത് മാത്രം, ലിക്വിഡ് മാത്രം നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ട് പാത്രം നന്നായിട്ട് കഴുകും പറ്റും. അങ്ങനെ അത് പുറത്തെടുത്തു. അപ്പോൾ ബ്ലൂ കളറുടെ അപ്പം അതിൻ്റെ കവറെല്ലാം പിടിച്ച് വലിച്ച് മാറ്റുന്നുണ്ട് ഞാൻ. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് എല്ലാം പിടിച്ച് മാറ്റുകയാണ്. അങ്ങനെ അതെല്ലാം നോക്കി അതിലൊരു ഉരക്കാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതിലിട്ട് ഫിറ്റ് ചെയ്തു. ഞാൻ അവിടെയെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണ് എന്ന്. അപ്പോൾ നമ്മളവിടെ ഒരു ഇത് കണ്ടോ. അപ്പോൾ ആ റൗണ്ടിൽ നമുക്ക് ഈ ഡിഷ് കഴുകുന്ന ഇത് വെക്കാൻ പറ്റും. ഒരച്ചിലും കഴിഞ്ഞ് നല്ല കഴുകിയ ശേഷം അത് ഇതിലേക്ക് ഇടാം. അങ്ങനെ പ്രസ് ചെയ്താൽ വാഷ് വരും. അങ്ങനെ അതിട്ട് നന്നായി ക്ലീൻ ചെയ്യാം. ബാക്കി അതിലേക്ക് ആക്കിയതിന് ശേഷം നല്ല സാധനമാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല സാധനമാണ്. മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പം ഞാൻ ജസ്റ്റ് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് അതിൽ ഹാൻഡ് വാഷിൻ്റെ എല്ലാം അതിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് ഓക്കെ ആണോന്ന് അറിയാനല്ലോ, പ്രൊഡക്റ്റ് ഡാമേജ് എന്തോ കാര്യം ഉണ്ടോയെന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പം ഒന്നുമില്ല, നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്കാക്കി ജസ്റ്റ് ഒരു പാത്രം എടുത്ത്, കഴുകി വെച്ച പാത്രം തന്നെ ഞാൻ ഒന്നെടുത്ത് ജസ്റ്റ് ആക്കി കേട്ടോ. നല്ല രീതിയിൽ ഇതാക്കാം. അധികം നമ്മളെ സോപ്പ് വേസ്റ്റ് ആവുകയില്ല. അതിലേക്ക് വെച്ച് മാറ്റി വെക്കാം. പിന്നെ അടുക്കളയിൽ അധികം വൃത്തിയേടാവാതെ ഒരു ഇതിലിങ്ങനെ എന്താ പറയുക ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചയക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ ഓരോരുത്തരെയും ഇഷ്ടം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. നല്ല പ്രൊഡക്റ്റാണേ. അങ്ങനെ വീണ്ടും കാണാം. ബായ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ പേര് വ്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എൻ്റെ ഒരു വലിയ ആഗ്രഹം യൂട്യൂബ് തുടങ്ങണം. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണേ. ഞാൻ പോകുന്നു. ബൈ.